അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദി വഹിദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, ഇന്ന് പുതുതലമുറയെ പിടികൂടിയിരിക്കുന്ന ലഹരി ഉപയോഗത്തെപ്പറ്റി നാടും നഗരവും ആശങ്കയുടെ കൊടുമുടിയിലാണ്. ഇതിനെതിരെയുള്ള ബോധവൽക്കരണവും നിയമ നടപടികളും ശക്തമാണ് എന്ന് നാം പറയുമ്പോൾ തന്നെ പുതുതലമുറയ്ക്ക് അത് ലഭിക്കുവാനുള്ള സാധ്യതകളും അതിൻ്റെ ഉപയോഗവും ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന ഭീതിജനകമായ അവസ്ഥയാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇന്ന് സമൂഹത്തിൻ്റെ ദൈനംദിന ജീവിതം നിയന്ത്രിക്കുന്ന ഒരു മൊബൈൽ ഫോൺ മതി പുതുതലമുറ ഉദ്ദേശിക്കുന്ന ഏത് സാധനങ്ങളും അവരുദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്താനെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവരുടെ നിഗൂഢ പദ്ധതികളെക്കുറിച്ച് ഒരുപക്ഷെ കാര്യമായ ലോകവിവരമില്ലാത്ത പഴയ തലമുറയിലെ രക്ഷിതാക്കൾക്ക് അറിയാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. കാരണം കാഠിന്യമേറിയ പല ലഹരി പദാർത്ഥങ്ങളും നാമവും രൂപവും മാറ്റിയ നിലയിലാണല്ലോ സമൂഹത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. 1950കളിൽ ലഹരി ഉപയോഗിക്കുന്നവരുടെ ശരാശരി പ്രായം 28 ആയിരുന്നുവെങ്കിൽ ഇന്നത് 20 ചുരുങ്ങിയിരിക്കുന്നു. 12 വയസ്സ് മുതൽ ലഹരി ഉപയോഗം ആരംഭിക്കുന്നു എന്നാണ് പുതിയ വെളിപ്പെടുത്തലുകൾ. ലഹരി ഉപയോഗത്തെപ്പറ്റി ആശങ്കാകുലരാകുന്ന നാം എന്താണ് ലഹരിയെന്നും ലഹരി വസ്തുക്കൾ എന്താണ് എന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതൊരു സാധനം ലഭിക്കുമ്പോഴും അത് ഉപയോഗിക്കുമ്പോഴും വീണ്ടും വീണ്ടും അത് വേണമെന്ന തോന്നലുളവാക്കുന്ന അനുഭൂതിക്ക് ലഹരി എന്ന് നമുക്ക് പറയാം. മനുഷ്യൻ്റെ സ്വാഭാവികാവസ്ഥയെ മാറ്റിമറിക്കാൻ കഴിവുള്ള കൃത്രിമമോ പ്രകൃതിജന്യമോ ആയ ഏതു വസ്തുവിനെയും ലഹരി പദാർത്ഥങ്ങൾ എന്ന് നമുക്ക് വിവക്ഷിക്കാം. ഈ നിലക്ക് നോക്കുമ്പോൾ ഉപയോഗിക്കൽ അനുവദനീയമായ സാധനങ്ങൾ തന്നെ പലർക്കും ലഹരിയായി മാറുന്നത് നമുക്ക് കാണാം. ധരിക്കുന്ന ചെരിപ്പു മുതൽ വസിക്കുന്ന ഭവനം വരെ ഈ ഗണത്തിൽപ്പെടുന്നു. ജീവിതത്തിൻ്റെ ആദ്യ പാഠം പഠിച്ചു തുടങ്ങുന്ന ബാല്യങ്ങൾക്ക് ഭൗതിക സൗകര്യങ്ങൾ ആവശ്യത്തിലധികം അമിതമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അവയുടെ ഉപയോഗം നിമിത്തം അതിനോട് വിരക്തി തോന്നി തുടങ്ങുന്ന വേളയിലായിരിക്കും ബാല്യം കൗമാരത്തിലേക്കും കൗമാരം യൗവനത്തിലേക്കും പ്രവേശിക്കുന്നത്. ഈ സമയത്ത് ആനന്ദത്തിൻ്റെ പുതുവഴികൾ അവർ അന്വേഷിക്കുകയും കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇവിടെയാണ് ലഹരി സംഘങ്ങൾക്ക് ഇവരെ വലയിൽ വീഴ്ത്തി ലക്ഷ്യം നേടാൻ കഴിയുന്നത്. ഇവിടെ ഇസ്ലാമിൻ്റെ ഒരു അധ്യാപനം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സൗകര്യങ്ങളിൽ വളരെ കുറഞ്ഞതു മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. ഏതൊരു സൗകര്യവും ഉപയോഗം അതിൻ്റെ പാരമ്യത്തിലെത്തിയാൽ പിന്നീട് അതിനപ്പുറമുള്ളതിനെക്കുറിച്ചായിരിക്കും അവൻ ചിന്തിക്കുക. ഇത് ഏവർക്കും മനസ്സിലാകുന്ന ലളിതമായ ഒരു മനഃശാസ്ത്ര വശമാണ്. മഹാനായ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്ന ലികുല്ലി മലിക്കിൻ ഹിമ വ ഇന്ന ഹിമല്ലാഹി മഹാരിമു ഫമൻ കാന ഹൗലൽ ഹിമ യൂഷികു അൻ യഖഅ ഫീഹി. തീർച്ചയായും ഏതൊരു രാജാവിനും നിരോധിത മേഖലകളുണ്ട്. തീർച്ചയായും അള്ളാഹു നിരോധിച്ച മേഖല അവൻ ഹറാമാക്കിയ കാര്യങ്ങളാണ്. ആരെങ്കിലും ഹറാമാക്കിയ കാര്യങ്ങളുടെ ചുറ്റും കഴിഞ്ഞുകൂടിയാൽ അവൻ അതിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കും. അഥവാ ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്താൻ ഉദ്ദേശിക്കുന്നവർ ഹറാമിലേക്ക് ചെന്ന് ചാടാതിരിക്കുന്നതിന് വേണ്ടി അനുവദനീയമായ പല സംഗതികളെയും ഉപേക്ഷിക്കണമെന്ന് താൽപ്പര്യം. അതുകൊണ്ടാണ് മഹാനായ പ്രവാചകൻ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്തത സഹചാരിയും ഒന്നാമത്തെ ഖലീഫയുമായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, തെറ്റിലേക്ക് ചെന്ന് ചേരുമോ എന്ന് ഭയന്നതിനാൽ അള്ളാഹു അനുവദനീയമാക്കിയ കാര്യങ്ങളിൽ 170 ഞങ്ങൾ ഉപേക്ഷിച്ചിരുന്നു. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഞങ്ങളെ ജീവിതത്തിൽ തെറ്റിലേക്ക് കൊണ്ടെത്തിക്കുമോ എന്ന് ഭയന്നതിനാൽ 10ൽ 9 ഞങ്ങൾ ഉപേക്ഷിക്കുമായിരുന്നു. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കിൽ നിന്നും സ്വഹാബത്തുൽ കിറാമിൻ്റെ ഇപ്രകാരമുള്ള പ്രവർത്തികളിൽ നിന്നും എങ്ങനെയാണ് ഹലാലിനോട് വർത്തിക്കേണ്ടത്, ഹലാലിൽ ഏറ്റവും മുന്തിയ സുഖം അനുഭവിച്ചു കഴിഞ്ഞാൽ അത് ഹറാമിലേക്ക് ചെന്ന് ചേരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി തരുന്ന ചില വാക്കുകളാണ് സ്വഹാബത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ലഹരിക്കെതിരിൽ പ്രതിരോധം സൃഷ്ടിക്കുന്നവർ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് ആസക്തി പിടിപെടുന്ന പുതുതലമുറയുടെ മനസ്സിനെ അതിൽ നിന്ന് മോചിപ്പിക്കലാണ്. അഥവാ ഭൗതിക സൗകര്യങ്ങൾ ആവശ്യത്തിലധികം അമിതമായി ഉപയോഗിക്കുന്ന പ്രവണതയിൽ നിന്നും പുതുതലമുറയുടെ മനസ്സിനെ മോചിപ്പിച്ചെടുക്കുക. വ ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.